സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെ നക്ഷത്രമായിട്ടുള്ള പുണർദം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വീഡിയോ കേൾക്കുന്ന പുണർദം നക്ഷത്രക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു തന്നെ കേൾക്കുക. പുണർദം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പറയാം. ബാല്യകാലത്തിലൊക്കെ കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ പിൽക്കാലത്ത് വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ ഉയരാനുള്ള ധാരാളം അവസരങ്ങൾ ഇവർക്ക് ലഭിക്കും. മാത്രമല്ല, ബുദ്ധിപൂർവ്വം ഈ അവസരങ്ങൾ ഉപയോഗപ്രദം ആക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ ഉയരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള വളരെ ഭാഗ്യം നിറഞ്ഞൊരു നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. വളരെ വിശാല മനസ്കരാണ് ഇവര്, ബുദ്ധിയുള്ളവരാണ്, സമർത്ഥന്മാരാണ്. മാത്രമല്ല, ഏതൊരു കാര്യത്തെക്കുറിച്ചും പലവട്ടം ചിന്തിച്ച ശേഷം അതിൻ്റെ ദോഷങ്ങളൊക്കെ മനസ്സിലാക്കി ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് മാത്രമാണ് ഒരു കാര്യത്തിൽ ഇവർ തീരുമാനം എടുക്കുള്ളൂ. എടുത്തുചാട്ടം എന്ന് പറയുന്നത് തീരെ ഇവർക്കുണ്ടാവില്ല. അന്യൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുകയോ അനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയോ ഒന്നും ഇവർ ചെയ്യാറില്ല. പക്ഷേ ഇവർക്ക് മറ്റുള്ളവരോട് ഒരു സ്നേഹമോ മമതയോ ഒക്കെ വളരെ കുറഞ്ഞിരിക്കും. സ്വന്തം മാതാവിനോട് മാത്രമായിരിക്കും വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം ഉണ്ടാവുക. ബാക്കിയുള്ളവരോടൊക്കെ ഒരല്പം സ്നേഹക്കുറവോ നന്ദിക്കുറവോ ഒക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള ഒരു നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ ഇവര് രണ്ട് രാശിക്കാരാണ്. മിഥുന രാശിയും കർക്കിടക രാശിയുമാണ്. ഈ രണ്ട് രാശിക്കാരെ കുറിച്ച് പറഞ്ഞാലും ഈ പറഞ്ഞ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളല്ലാതെ രണ്ട് രാശിക്കാർക്കും വേറിട്ട് നിൽക്കുന്ന ധാരാളം സ്വഭാവ സവിശേഷതകളും കൂടിയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിഥുനക്കൂറുകാരെ കുറിച്ച് നോക്കാം. മിഥുനക്കൂറുകാര് വളരെ നല്ല സ്വഭാവം, വളരെ നല്ല പെരുമാറ്റം. ഈ പെരുമാറ്റം കാരണം, ആകർഷണീയമായിട്ടുള്ള പെരുമാറ്റം കാരണം വളരെ എളുപ്പത്തിൽ തന്നെ അന്യരുടെ ബഹുമാനവും ആദരവും ഒക്കെ ഇവർക്ക് പിടിച്ചു പറ്റാൻ സാധിക്കും. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഇവര്. വളരെ ഊർജ്ജസ്വലരായിട്ടേ നമുക്കിവരെ കാണാൻ കഴിയുള്ളൂ. മടി പിടിച്ച് ചടഞ്ഞുകൂടി എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു പ്രകൃതക്കാരല്ല ഇവർ. മാത്രമല്ല, എപ്പോഴും ഉത്സാഹത്തോടെ ഇരിക്കാൻ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. വലിയൊരു സുഹൃത്ത് വലയമൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, സുഹൃത്ത് വലയത്തിലൊക്കെ ഇവരെപ്പോഴും ഒരു ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. മറ്റുള്ളവർക്ക് എപ്പോഴും ഇവരോടൊരു ബഹുമാനവും ആദരവും ഒക്കെ, പലരും അത് തുറന്നു പറയില്ല എന്ന് മാത്രം, പക്ഷെ നിങ്ങളോടൊരല്പം ആദരവൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാകും. അപൂർവമായിട്ട് മാത്രം ചില സന്ദർഭങ്ങളിൽ ഒരല്പം അലസത ഇവർക്ക് വരും. അലസത വരുന്ന സമയങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു അലസത ഉണ്ടാകും. പക്ഷെ ഇവർ തന്നെ അത് ബോധപൂർവം മാറ്റി പഴയ പോലെ ഊർജ്ജസ്വലരാകാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മിഥുനക്കൂറുകാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി കർക്കിടകക്കൂറുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുണർദം നക്ഷത്രത്തിലെ കർക്കിടകക്കൂറുകാര് വളരെ ആജ്ഞാ സ്വഭാവമുള്ളവരാണെന്ന് പറഞ്ഞാൽ, ഒരു കാര്യം മറ്റുള്ളവർക്ക് വേദനിക്കാത്ത രീതിയിൽ ആജ്ഞാപിച്ച് അവരിലൂടെ ആ കാര്യം സാധിപ്പിച്ചെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. മാത്രമല്ല, മാതാവിനോട് വളരെ സ്നേഹമായിരിക്കും. മാതാവിൻ്റെ സ്വഭാവമൊക്കെ ഇവരിൽ ഏറിയ തോതിൽ കാണാൻ സാധിക്കും. പിന്നെ ഗൃഹാതുരത്വം എന്ന് പറയുന്നത് സാധാരണയുള്ള മനുഷ്യരിലും ഒരല്പം കൂടിയിരിക്കും. പുണർദ നക്ഷത്രത്തിൻ്റെ കർക്കിടകക്കാർക്ക് ഗൃഹാതുരത്വം എന്ന് പറയുമ്പോൾ സ്വന്തം ഗ്രഹമൊക്കെ വിട്ട് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഇക്കൂട്ടർക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒരു കാര്യമാണ്. കലാകായികങ്ങളിലൊക്കെ താല്പര്യമുള്ളവരാണ്, കലാകാരന്മാരായിരിക്കും. കായിക മേഖലയിലാണെങ്കിലും ഇവർ വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവരായിരിക്കും. പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ അനുഭവിക്കാനായിട്ട് ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ വളരെ
അലോലമായിട്ടുള്ളൊരു മനസ്സാണ്, മനക്കട്ടിയില്ല. പുറമേന്ന് കാണുമ്പോൾ ഇക്കൂട്ടരെ കാണുമ്പോൾ വളരെ പക്വതയുള്ള, വളരെ കഠിന ഹൃദയരായിട്ടൊക്കെ പലപ്പോഴും തോന്നാറുണ്ടെങ്കിലും ഇവരുടെ ഉള്ളില് അത്രയ്ക്കുള്ള മനക്കട്ടിയില്ല, മനധൈര്യം കുറവാണ് ഇക്കൂട്ടർക്ക്. ഇവരോട് വളരെ അടുപ്പമുള്ളവർക്കൊക്കെ ഇക്കാര്യം അറിയണുണ്ടാവും. ഇവരൊരു കാര്യത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തികളൊക്കെ എപ്പോഴും മറ്റുള്ളവർക്ക് ഇവരോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള രീതിയിലാണ് ഇവർ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുക. മാത്രമല്ല സത്യസന്ധത എന്ന് പറയണത് അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പുണർദം നക്ഷത്രത്തിന്റെ കർക്കിടക കൂറുകാരി എന്ന് പറയുമ്പോൾ ഇവരുടെ മുഖമുദ്ര സത്യസന്ധതയാണ്. അതായത് ഏതൊരു കാര്യവുമായിക്കൊള്ളട്ടെ, ഞാനത് ചെയ്യുമ്പോൾ അതിലൊരു സത്യസന്ധത, നേരും നിറയും ഉണ്ടാകുന്ന വളരെ വാശിയുള്ള കൂട്ടരാണ് ഇവര്. മാത്രമല്ല വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ കൂട്ടരെ തോൽപ്പിക്കാന്ന് പറയണത് വളരെ പ്രയാസമായിരിക്കും. വളരെ എളുപ്പമൊന്നും സാധിക്കാത്ത കാര്യമാണ് ഇത്. ധാരാളം ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവർക്ക് ഉണ്ടാകും. ഒരു സമൂഹത്തിൽ ഉന്നതിയിലിരിക്കുന്ന പ്രശസ്തരൊക്കെ ആയിട്ടുള്ള ധാരാളം പേരുമായിട്ട് സൗഹൃദത്തിലൊക്കെ ഏർപ്പെടാനായിട്ട് ഇവർക്ക് സാധിക്കും. ഇത്രയുമാണ് കർക്കിടക കൂറുകാരെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. ഇനി മിഥുനക്കൂറുകാർക്കും കർക്കിടക കൂറുകാർക്കും വെവ്വേറെയാണ് പ്രതികൂല നക്ഷത്രങ്ങൾ ഉള്ളത്. ഈ പ്രതികൂല നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് കൂറുകാരും, അതായത് പുണർദം നക്ഷത്രക്കാർ മുഴുവനായിട്ടും തന്നെ കേട്ട് നോക്കുക. അതായത് ഒരു പ്രതികൂല നക്ഷത്രം എന്ന് പറയുമ്പോൾ ആ പ്രതികൂല നക്ഷത്രങ്ങൾ വരുന്ന ദിനങ്ങൾ അത് നമ്മളുടെ ജീവിതത്തിലെ യാതൊരു വിധത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ആ ദിനങ്ങളിൽ കൊണ്ടുവയ്ക്കാതിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ വിവാഹം, വീട് പാലുകാച്ചൽ പോലുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ദിനങ്ങളിൽ കൊണ്ട് വെക്കരുത്. അത് നിങ്ങൾക്ക് നല്ലതാകില്ല. മാത്രമല്ല ഈ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണോ ആ നക്ഷത്രങ്ങളിൽ പിറന്ന വ്യക്തികളുമായിട്ടുള്ള വളരെ മംഗളകരമായിട്ടുള്ള ഒരു ബന്ധം കൂടൽ, അതുപോലെ തന്നെ സംരംഭങ്ങൾ തുടങ്ങുക, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുക തുടങ്ങിയ യാതൊരു കാര്യങ്ങളും നന്നായിക്കൊള്ളണം എന്നില്ല. പിൽക്കാലത്ത് ഇവയൊക്കെ നിങ്ങൾക്ക് ദോഷമായി മാറാൻ സാധ്യതയുണ്ട്. ആയതിനാൽ തുടക്കത്തിലേ അവ ഒഴിവാക്കി പോയാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. അപ്പോൾ അപ്രകാരം നോക്കുമ്പോൾ പുണർദം നക്ഷത്രത്തിന്റെ മിഥുനക്കൂറുകാരുടെ പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്രാടം നക്ഷത്രത്തിന്റെ മകരരാശിക്കാര്, തിരുവോണ നക്ഷത്രം, അവിട്ട നക്ഷത്രത്തിന്റെ മകരരാശിക്കാര്. അപ്പോൾ പുണർദം നക്ഷത്രത്തിലെ മിഥുനക്കൂറുകാരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഉത്രാട നക്ഷത്രം, മകരക്കൂറ്, തിരുവോണം, പിന്നെ അവിട്ടത്തിൻ്റെയും മകരക്കൂറ്. ഇനി മാത്രമല്ല ആയില്യം, പൂരം, അത്തം എന്നീ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് മൂന്നും ചേരാം നാളാകയാൽ ഈ നക്ഷത്രക്കാരുമായിട്ടും ഇതിൽ പറഞ്ഞതുപോലുള്ള യാതൊരു തരത്തിലുള്ള ശുഭകരമായിട്ടുള്ള ഇടപാടുകളും ബന്ധങ്ങളും നന്നാകില്ല. ഇതുപോലെ തന്നെ കർക്കിടക കൂറുകാർക്കുള്ള പ്രതികൂല നക്ഷത്രങ്ങളെ കുറിച്ച് പറയാം. കർക്കിടക കൂറുകാർക്ക് അവിട്ട നക്ഷത്രത്തിലെ കുംഭക്കൂറ്, ചതയ നക്ഷത്രം, പൂരട്ടാതി നക്ഷത്രത്തിൻ്റെയും കുംഭക്കൂറ് നന്നായിക്കൊള്ളണം എന്നില്ല. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ആയില്യം, പൂരം, അത്തം എന്നീ നക്ഷത്രങ്ങൾ നിങ്ങൾക്കും മൂന്നും ചേരാൻ നാളാകയാൽ ഈ നക്ഷത്രക്കാരുമായിട്ടും മേൽ പറഞ്ഞതുപോലെ യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളോ ബിസിനസ്സുകളോ മംഗളകരമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നും നന്നല്ല. ഇനി പുണർദം നക്ഷത്രത്തിലെ രണ്ട് കൂട്ടർക്കും, മിഥുനക്കൂറുകാർക്കും കർക്കിടക കൂറുകാർക്കും ഒരുപോലെ അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പുണർദം തന്നെ, പുണർദക്കാർക്ക് പുണർദ നക്ഷത്രം വളരെ അനുകൂലമായിട്ടുള്ള നക്ഷത്രമാണ്. ഒരു പുണർദ നക്ഷത്രക്കാര് മറ്റൊരു പുണർദ നക്ഷത്രക്കാരുമായിട്ട് നടത്തുന്ന ഏതൊരു തരത്തിലുള്ള ഇടപാടുകളും മംഗളകരമായിട്ട് ഭവിക്കും. ഇരു കൂട്ടർക്കും ഭാഗ്യമുണ്ടാകും. വിശാഖം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നക്ഷത്രമാണ്. അതുപോലെ തന്നെ പൂരുരുട്ടാതിയും. അതിൽ പൂരുരുട്ടാതി എന്ന് പറയുന്ന നക്ഷത്രം
മിഥുനക്കൂറുകാർക്ക് മുഴുവനായിട്ടും ആ നക്ഷത്രത്തിലെ 2 കൂറുകാരും നിങ്ങൾക്ക് നല്ലതാണ്. എന്നാൽ ഇവിടെ പുണർന്ന നക്ഷത്രത്തിലെ കർക്കിടക കൂറുകാര് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പൂരട്ടാതി നക്ഷത്രത്തിലെ കുംഭക്കൂറാണ് നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ളത്. മറിച്ച് പൂരിട്ടാതി നക്ഷത്രത്തിലെ മീനക്കൂറിൽ ജനിച്ചൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മേൽ പറഞ്ഞതുപോലുള്ള മംഗളകരമായിട്ടുള്ള ഇടപാടുകൾക്ക് യാതൊരു തടസ്സവുമില്ല, മറിച്ച് ഭാഗ്യമേ ഉണ്ടാകുള്ളൂ. ഇവയൊക്കെ കൂടാതെ തന്നെ പുണർദം നക്ഷത്രത്തിനെ 2 കൂറുകാരെയും മുഴുവനായിട്ടും എടുത്താൽ പൊതുവായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഇവർക്കുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പണം സൂക്ഷിച്ചു വെക്കാൻ ഇവർക്ക് കഴിയില്ല. അതായത് ഓട്ടക്കൈ എന്നൊക്കെ പറയണ പോലുള്ളതാണ് ഇവര്. പണം എപ്പോഴും ചിലവാക്കിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ധാരാളം ഉയർച്ചകളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടുകളും സ്ഥായിയായി നിൽക്കില്ല. നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുക തന്നെ വേണം. അതാണ് നിങ്ങളുടെ നക്ഷത്രം. ഭഗവാൻ ശ്രീരാമനെ നോക്കുകയാണെങ്കിലും നമുക്കറിയാം, അദ്ദേഹം രാജാവായി വാഴേണ്ട കാലത്ത് വനവാസത്തിന് പോയി. എന്നിരുന്നാലും ഏതൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും ഒടുവിൽ രാജാവായി പട്ടാഭിഷേകം ചെയ്യപ്പെടുക തന്നെ ചെയ്തു. ഇത് മനസ്സിലാക്കുക. പുണർദം നക്ഷത്രക്കാരും ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഒന്നും തന്നെ സ്ഥായിയല്ല. മേൽഗതി ഉണ്ടാകും, ജീവിത ഉയർച്ച ഉണ്ടാകും, തീർച്ചയാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. മാത്രമല്ല, മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം ഇഷ്ടമുണ്ടാകും. അത് മാത്രവുമല്ല, ഏതൊരു പ്രതിസന്ധി നിങ്ങൾക്ക് വന്നാലും ആ പ്രതിസന്ധികളൊക്കെ നിഷ്പ്രയാസം നിങ്ങൾ തരണം ചെയ്യും. നിങ്ങളിൽ നിന്നും അത് വളരെ വേഗം ഒഴിഞ്ഞു മാറിപ്പോകും. ഇത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. എന്താണ് കാരണം? പുണർന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഈശ്വര കടാക്ഷം ലഭിച്ച നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രം. ആയതിനാൽ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതൊക്കെ വളരെ വേഗം തന്നെ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോയിക്കൊള്ളും. പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. പുണർന്ന നക്ഷത്രത്തിലെ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ദാമ്പത്യത്തിലെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കാണുക. പുണർന്ന നക്ഷത്രത്തിലെ സ്ത്രീകൾ കുടുംബിനികളൊക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ചില കലഹങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവണത ഇവരിൽ ഉണ്ടാകും. അത് നന്നല്ല. അത് ദാമ്പത്യത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി നിങ്ങൾ ബോധപൂർവം അവയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് നല്ലത്. ഇനി പറഞ്ഞതുപോലെ വളരെയധികം ഈശ്വരാനുഗ്രഹം ലഭിച്ച നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്രം. പക്ഷേ ചില കാര്യങ്ങളൊക്കെ, അതായത് ദശാപഹാരങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. ഇത് മനസ്സിലാക്കി യഥാക്രമം ദശാപഹാര കാലത്ത് പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണ തോതിൽ തന്നെ ലഭിക്കും. മാത്രവുമല്ല, ഈ നക്ഷത്രത്തിന് ലഭിക്കേണ്ടുന്ന എല്ലാത്തരം ഭാഗ്യങ്ങളും ഉയർച്ചകളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും, തീർച്ചയാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിനുള്ള ദശാപഹാര ദോഷങ്ങളാണ് ചന്ദ്രൻ, ബുധൻ, ശുക്രൻ. അപ്പോൾ ശുക്രൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കെപ്പോഴും സാധാരണയായിട്ട് കേൾവി എന്താണ്? ശുക്രദശ രക്ഷപ്പെട്ട കാലം അല്ലേ, നല്ല കാലം. എന്നാൽ അങ്ങനെയല്ല. ഈ ശുക്രനായിക്കൊള്ളട്ടെ, നവഗ്രഹങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ഇവ നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നിൽക്കും. പ്രതികൂലമായിട്ട് നിൽക്കുന്ന സമയങ്ങളെ നമ്മൾ ഇവരുടെ ദശാപഹാരങ്ങൾ എന്ന് പറയും. ദശാപഹാര സമയത്ത് എന്താണ്? പ്രതിവിധികളിലൂടെയും വിവിധതരം പ്രാർത്ഥനകളിലൂടെയും ഇവയെ അനുകൂലമാക്കി നിർത്തിയേ മതിയാകുള്ളൂ. ചന്ദ്രനാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് ദശാപഹാരമെങ്കിൽ ചന്ദ്രദേവനെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ശിവഭഗവാൻ ആരാണ്? ചന്ദ്രദേവനെ തലയിലേന്തിയ ഭഗവാൻ, തലയിൽ ചന്ദ്രദേവനെ വഹിച്ച ഭഗവാനാണ് സാക്ഷാൽ ശിവഭഗവാൻ. ഭഗവാനെ പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ, അതിന് സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ,
നിങ്ങൾക്ക് ചന്ദ്രദോഷമാണ് ഉള്ളതെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? തിങ്കളാഴ്ച ദിനങ്ങളിൽ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ പോയാൽ മതിയായിരിക്കും. ഈ ക്ഷേത്രങ്ങളിൽ രുദ്രാഭിഷേകം നടത്തുമോ എന്നുള്ളതൊന്ന് തിരക്കുക. ഇത് നടത്തുവാൻ സാധിക്കുന്നവരാണെങ്കിൽ നിങ്ങളത് ഒരു വട്ടമെങ്കിലും തിങ്കളാഴ്ച ദിനങ്ങളിൽ ഇത് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനും പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് ശിവക്ഷേത്രം ഇല്ലെങ്കിൽ മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി. മാത്രമല്ല, നിങ്ങൾക്ക് പുണർദ നക്ഷത്രക്കാർക്ക് ചന്ദ്രദോഷം മാറി ചന്ദ്രൻ അനുകൂല സ്ഥാനത്തേക്ക് നിൽക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് സ്വന്തം മാതാവിൻ്റെ പാദങ്ങൾ തൊട്ട് വന്ദിക്കുക. ഇത് തന്നെ മതി സർവദോഷങ്ങളും മാറാൻ. ഇനി ബുധനാണ് നിങ്ങൾക്ക് ദശാപഹാരമെങ്കിൽ ബുധദോഷം മാറി ബുധൻ അനുകൂലമായിട്ട് നിൽക്കാനായിട്ട് ചെയ്യേണ്ടത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വീടിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി ഭഗവാനെ ദർശിച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കുക തന്നെ വേണം. ഇനി ചില സ്ഥലങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങൾ ഇല്ലാച്ചാൽ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഭഗവാന്റെ ദശാവതാരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ക്ഷേത്രം നിങ്ങളുടെ വീടിന് പരിസരത്തുണ്ടെങ്കിൽ അവിടെ പോയാലും മതി. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞൊരു അർച്ചന കഴിപ്പിക്കുക. കൂടാതെ വിഷ്ണു സഹസ്രനാമം കൂടി അവിടെ നിന്നും മനസ്സിലോ അല്ലാതെയോ ഒക്കെ ചൊല്ലുക. വളരെ വേഗത്തിൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ബുധൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. ഇനി ശുക്രനാണ് നിങ്ങൾക്ക് ദശാപഹാരമെങ്കിൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ജീവിതം നമ്മൾക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന തൊഴിൽ ഒക്കെ നമുക്ക് തരുന്നതാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഈ ശുക്രനെ നമുക്ക് അനുകൂലമാക്കാനായിട്ട് ലക്ഷ്മി ദേവിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനൊരു കാരണമുണ്ട്. ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടുള്ള ഖ്യാതിയുടെ മകനാണ് ശുക്രൻ. അപ്പോൾ നമ്മൾ പറയില്ലേ, നല്ലൊരു ഖ്യാതി ഉണ്ടാവണമെങ്കിൽ ലക്ഷ്മി അനുഗ്രഹിക്കണം. ഭഗവതി ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാൽ മാത്രമേ ഒരു ജീവിതത്തിൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾക്കവിടെ ഐശ്വര്യം ഉണ്ടാകുള്ളൂ, സമ്പത്ത് ഉണ്ടാകുള്ളൂ, അഭിവൃദ്ധിയും ഉണ്ടാകുള്ളൂ. അപ്പോൾ പുണർദ നക്ഷത്രക്കാർക്ക് ബുധനാണ് ദശാപഹാരമെങ്കിൽ വിഷ്ണു ഭഗവാനെയും, ചന്ദ്രനാണെങ്കിൽ ശിവഭഗവാനെയും, ശുക്രനാണെങ്കിൽ ലക്ഷ്മി ദേവിയുമാണ് പ്രാർത്ഥിക്കേണ്ടത്. വെള്ളിയാഴ്ച ദിനങ്ങളിൽ ശുക്രനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് വ്രതം അനുഷ്ഠിക്കുകയും ലക്ഷ്മി ദേവി മന്ത്രങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് കൂടാതെ പുണർദ നക്ഷത്രത്തിന്റെ മിഥുനക്കൂറുകാർക്കും കർക്കിടകക്കൂറുകാർക്കും ഒരുപോലെ ശുഭകരമായിട്ടുള്ളൊരു ദിനമാണ് പുണർദ നക്ഷത്രവും വ്യാഴവും ചേർന്ന് വരുന്ന ദിനങ്ങൾ. അതായത് നിങ്ങൾ കലണ്ടറിൽ നോക്കുക, ഒരു വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രം പുണർദമാണെങ്കിൽ അന്ന് നിങ്ങളുടെ ദിനമാണ്. നിങ്ങൾക്ക് വളരെയധികം ശുഭകരമായിട്ടുള്ള ദിനമാണ്. കാരണം എന്താണ്? അന്ന് നിങ്ങൾക്ക് അമൃത യോഗമാണ് കാണുന്നത്. ആ ദിനങ്ങളിൽ വ്രതമെടുത്ത് ഏതൊരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും നടന്നിരിക്കും, തീർച്ചയാണ്. പുണർദ നക്ഷത്രം എന്ന് പറയുമ്പോൾ ദേവഗണമാണ്. നിങ്ങളുടെ വൃക്ഷം മുളയാണ്, പക്ഷി ചെമ്പോത്ത്, മാത്രമല്ല മൃഗം പൂച്ചയാണ്. ഇനി നിങ്ങളുടെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് അതിഥിയാണ്. മറക്കാതിരിക്കുക. ഏതൊക്കെ ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിലും നമ്മൾ നക്ഷത്രദേവനെ ഒരിക്കലും വിസ്മരിക്കരുത്. നമ്മൾക്ക് പറ്റുമ്പോഴെപ്പോഴെങ്കിലും അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടും മുൻപെങ്കിലും നക്ഷത്രദേവനെ പ്രാർത്ഥിക്കണം. നമ്മളുടെ കുടുംബത്തിലെ കാരണവരെ പ്രീതിപ്പെടുത്തിയാണ് നമ്മൾ പണ്ടൊക്കെ ഏതൊരു കാര്യവും ചെയ്തിരുന്നത്. അതുപോലെ തന്നെയാണ് ഒരു നക്ഷത്രത്തെ സംബന്ധിച്ച് നക്ഷത്രദേവൻ എന്ന് പറയുന്നതാണ്
നെടുന്തൂണ്, അതിനെ നമ്മൾ പ്രീതിപ്പെടുത്തണം, വിസ്മരിക്കാൻ പാടില്ല. പുണർന്ന നക്ഷത്രക്കാര് അതിഥിയെ പ്രാർത്ഥിക്കുക. മാത്രമല്ല മൂലമന്ത്രമുണ്ട്. ഓം അതിഥയേ നമഃ, ഓം അതിഥയേ നമഃ എന്നുള്ള മൂലമന്ത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് നോക്കിക്കേ. അത് വളരെ മംഗളമായിട്ട് അനുകൂലമായിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടും തീർച്ച. നിങ്ങളുടെ നക്ഷത്രാധിപൻ വ്യാഴാണ്. നേരത്തെ തന്നെ പറഞ്ഞു, വ്യാഴാഴ്ച ദിനം, അതും പുണർന്ന നക്ഷത്രം ചേരുന്ന ദിനങ്ങളിൽ വ്രതാനുഷ്ഠാനം മറക്കരുത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് പുണർന്ന നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. വളരെയധികം ഐശ്വര്യം നിറഞ്ഞ ഈശ്വരാനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിട്ടുള്ള നക്ഷത്രമാണ്. എനിക്കറിയാം, തീർച്ചയാണ് ഈ വീഡിയോ കണ്ട ശേഷം ധാരാളം പുണർന്ന നക്ഷത്രക്കാർ എന്ന് പറയും, ഈ പറഞ്ഞതൊക്കെ വെറുതെയാണ്, ഞാനിപ്പോഴും കഷ്ടത്തിലാണ്. അതൊന്നും കാര്യമില്ല. കാരണം എന്താണ്, ഇതൊക്കെ വളരെ നൈമിഷികമാണ്. ഈ കഷ്ടപ്പാടുകളൊക്കെ മാറുക തന്നെ ചെയ്യും. ഇത്രയും ഈശ്വര അനുഗ്രഹം ചൊരിഞ്ഞു കിട്ടിയ നക്ഷത്രമാണ്, ഭാഗ്യമുള്ളതാണ്. ജീവിതം ഉയർച്ചയിലേക്ക് തന്നെ എത്തും. വേണ്ട സമയങ്ങളിൽ യഥാക്രമം പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്തുകൊള്ളൂ, ഭാഗ്യം സിദ്ധിക്കും. അപ്പോൾ അടുത്തൊരു നക്ഷത്രവുമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.